എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സമാധാനം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൻ്റെ ഇടയ്ക്കാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരുടെ ചതി, കൊല്ലൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലൽ, വെട്ടിക്കൊല്ലൽ എന്ന് വേണ്ട. നമ്മൾക്ക് എങ്ങനെ നോക്കിയാലും സോഷ്യൽ മീഡിയയിലോട്ടൊന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനം എതിലേ പോയി എന്ന് ചോദിച്ചാൽ മതി. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? മറുഭാഗത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അലയൊലികളും നമ്മളും അതിന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾക്കറിയാം, ഗ്യാസ് ഒന്നും കിട്ടാനില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒത്തിരി സിറ്റുവേഷനിലൂടെയൊക്കെ ഇന്ന് ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളും ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും സോഷ്യൽ മീഡിയ ഇങ്ങനെ വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഇന്നൊരു വീഡിയോ പ്രത്യക്ഷമായിരിക്കുകയാണ്. അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നും ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ഉയർത്തി കാണിക്കുകയാണ്. എനിക്ക് 5 വിരലുകളേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം വിടുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു മുൻപേ അദ്ദേഹം ഔദ്യോഗികമായി വിട്ടിയ ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹത്തിന് 6 വിരലുകളുണ്ട് എന്ന് പറഞ്ഞും സോഷ്യൽ മീഡിയയും അതിനോടനുബന്ധിക്കുന്ന കുറച്ച് ഇറാൻ മീഡിയകളും ഒക്കെ കൂടെ ചേർന്ന് അങ്ങ് ഭയങ്കരമായിട്ടൊരു പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകവ്യാപകമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒന്ന് തെളിയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു. ഇനി ആ വീഡിയോ പോലും അത് AI ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതിൻ്റെ എല്ലാം അവസാനം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മളിവിടെ കിടന്ന സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചുമ്മാ ചെറിയ ഡ്യൂപ്ലിക്കേറ്റ് AI പരിപാടികളൊന്നും അല്ല ഇസ്രായേലിൻ്റെ കാര്യത്തിലുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ അവർ പുറത്തോട്ട് വിടുമ്പോൾ അവർ അതിവിദഗ്ധമായിട്ട് ചെയ്യത്തുള്ളൂ. നമ്മൾക്കറിയാം, ഇന്നത്തെ നമ്മുടെ ഏത് ടെക്നോളജി എടുത്താലും അതിൻ്റെ പിന്നിലൊരു യഹൂദൻ്റെ കരമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ അമേരിക്കയാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുമ്പോഴും അമേരിക്കയിലൊക്കെ ഒട്ടുമിക്ക മെയിൻ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതും ആരാണ്? ഈ യഹൂദനാണ് ഇരിക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇത്രയും വലിയ വലിയ ടെക്നോളജികൾ കണ്ടുപിടിച്ചിരിക്കുന്ന, ഇത്രയും വലിയ വലിയ ടെക്നോളജികളുടെ പുറകിലിരിക്കുന്ന ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു AI വീഡിയോ നിർമ്മിക്കുവാനാണോ ഇത്ര ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല അവർക്ക്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നമ്മൾ ഇസ്രായേലിനെ അളക്കുവാനായിട്ട് ചെല്ലരുത്. ഒരിക്കലും അവരങ്ങനത്തെ പിഴവുകളൊന്നും അവരുടെ കാര്യങ്ങളിൽ സംഭവിപ്പിക്കുന്ന ആൾക്കാരല്ല. അതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ വരുന്ന ഓരോരോ മിസ്റ്റേക്കുകൾ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് അവർക്കുള്ളത്. പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ഭയങ്കര ജാഗരൂകരായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ വരുന്നു എന്നുള്ളതല്ലാതെ ഈ AIയിലൊക്കെ ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് വരുത്താൻ മാത്രം പൊട്ടന്മാരും മണ്ടന്മാരും ഒന്നും അല്ല ഇസ്രായേൽക്കാരെ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഓർക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എത്രയുള്ളൂ? നമ്മുടെ കേരളത്തിൻ്റെ അത്രവേ ഉള്ളൂ അല്ലേ? എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്രയുണ്ട്? അതൊരു ഇന്ത്യയോളം വരുന്ന ഒരു വലിയ രാജ്യം തന്നെയാണ്. കാരണം ആ രാജ്യത്തിന് നമ്മൾക്ക് അതാണ് ഇറാൻ ഇന്നും ഇവിടെ പിടിച്ചു നിൽക്കുവാനുള്ള കാരണം. എന്ന് വെച്ചാൽ അവരെ എവിടെയൊക്കെ കൊണ്ടുപോയി ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ. കാരണം ഇവർ ഓരോ മിസൈൽ വിടും. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇറാൻ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയും ഇസ്രായേൽ ഇവിടെ തോറ്റുകൊണ്ടിരിക്കുകയും ഒന്നുമല്ല. കാരണം ഇസ്രായേൽ തോൽക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ഇസ്രായേലിൻ്റെ പരിപാലകനായ യഹോവയായ ദൈവം വിചാരിക്കണം ഇസ്രായേൽ തോക്കണോ വേണ്ടയോ എന്നുള്ളത്. അതിലപ്പുറം ഒരു രാജ്യം വിചാരിച്ചാലും ഇസ്രായേലിൻ്റെ രോമത്തിൽ പോലും തൊടുവാനായിട്ട് പറ്റത്തില്ല. ഓർക്കുക, ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നില്ല എന്നല്ല, സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആൾനഷ്ടങ്ങൾ എത്ര സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് വളരെ വ്യക്തമായിട്ട് നോക്കണം. കാരണം അതിലുള്ള ഒരെണ്ണത്തിനെ തൊടണമെങ്കിൽ ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ നടക്കത്തില്ല. അതാണ് അതിനകത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പുറത്തോട്ട് ഇറാനിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരിക്കലും ഇറാനിലെ സാധാരണക്കാരായ ജനത്തിന് എതിരായിട്ട് ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ ആരും അവർക്കൊരു ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അത് ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? അവിടുത്തെ തീവ്രവാദികളോടാണ് യുദ്ധം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ചുമ്മാ കിടന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ, ഒരു ജനത്തെ മുഴുവൻ നശിപ്പിക്കണമെന്ന് പറയുന്ന കാടൻ നിയമങ്ങൾക്കെതിരായിട്ടാണ്
ആര് ശബ്ദമുയർത്തുന്നത്? സോഷ്യൽ മീഡിയ ശബ്ദമുയർത്തുന്നത്. ഒപ്പം എന്താണ്, ഇസ്രയേലും അമേരിക്കയും പോലെയുള്ള രാജ്യങ്ങൾ അവർക്കെതിരെ തിരിയുവാനുള്ള കാരണം. ഓർക്കുക, ഇറാൻ്റെ അവിടെയുള്ള സാധാരണക്കാരായ ജനം പോലും എന്താണ്, അവിടെയുള്ള നേതൃത്വത്തിന് എതിരാണ്. എന്തുകൊണ്ടാണ് നേതൃത്വത്തിന് എതിര് നിൽക്കുന്നത്? അവരുടെ ജീവനും അവരുടെ സ്വത്തിനും യാതൊരു സംരക്ഷണവും ആര് കൊടുക്കുന്നില്ല? ഇറാൻ എന്ന് പറയുന്ന രാജ്യം കൊടുക്കുന്നില്ല. അവർ കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ കുനിഷ്ഠ പരിപാടികൾക്ക് അവരെന്താണ്, ജനത്തെ വിട്ടുകൊടുക്കത്തില്ല, അല്ലേ? കാരണം അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാനും ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തിൽ ഒരു സാധാരണക്കാരായ ജനത്തെ മുഴുവൻ എന്താണ്, ബലിയാടാക്കുന്ന വിധത്തിൽ അവർ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വന്തം ജനത്തെ സംരക്ഷിക്കാത്ത ഇവർ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ജനത്തോട് കരുണ കാണിക്കുമോ? കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ എന്താണ്, യുദ്ധത്തിന് പുറപ്പെടുന്നത്. ഇനി അടുത്തൊരു കാര്യം കൂടിയുണ്ട്. അവരുടെ തന്നെ സഹോദരങ്ങളെന്ന് അവർ അവകാശപ്പെടുന്ന അറബ് കൺട്രീസും ഇന്ന് എന്താണ്, അവരുടെ ക്രൂരതയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത അവരിലേക്ക് പോലും എന്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്, മിസൈൽ വിട്ട് അവിടുത്തെ സമാധാനത്തെ പോലും ഇരിക്കുകയാണ്. ഓർക്കുക, ഇത് തന്നെയാണ് നമ്മുടെ ലൂസിഫറിൻ്റെ പണി എന്ന് പറയുന്നത്. ലൂസിഫർ എന്താ, എനിക്കോ സമാധാനമില്ല, ഞാനോ തകർന്നു, അതുകൊണ്ട് ഇനി മറ്റുള്ളവരും എന്താണ്, ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്കെതിരെ പിശാചും എഴുന്നേറ്റിരിക്കുന്നത്. ഇത് പിശാചിൻ്റെ മറ്റൊരു പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇസ്രായേലിൽ ഒരു AI-യുടെ പിഴവുകളൊന്നും അവർക്ക് അവർക്ക് വരത്തില്ല. കാരണം അവർ അത്രയും ഹയർ ലെവലിൽ ഐക്യമുള്ള ആൾക്കാരാണ്. ഓർക്കുക, ഇന്ന് ലോകത്തിലുള്ള എന്ത് സംവിധാനങ്ങളെ എടുത്തു നോക്കിയാലും, എത്ര വലിയ വലിയ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു യഹൂദൻ്റെ ബുദ്ധിയുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൊണ്ട് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ഒരു കൊച്ചു രാജ്യത്തെ ഇത്രയും സംരക്ഷിക്കുന്നത് ആരാണ്? ദൈവമാണ് സംരക്ഷിക്കുന്നത്. അതാണ് 121 സങ്കീർത്തനം വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഒന്നാമത്തെ വാക്യം എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? 121, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതാണ് ഇസ്രയേലിൻ്റെ ഒരു ബലമെന്ന് പറയുന്നത്. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയാണ് അവരുടെ ബലമെന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ഓർക്കുക, ഇസ്രയേലിനെ തൊടണമോ ഇസ്രയേൽ നശിക്കണമോ എന്ന് ആര് തീരുമാനിക്കണം? ദൈവം തീരുമാനിക്കണം. അല്ലാതെ ഒരു വ്യക്തികളോ ഒരു രാജ്യങ്ങളോ വിചാരിച്ചാൽ ഇസ്രയേലിന് ഒന്നും ചെയ്യുവാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എന്ന് വെച്ചാൽ ഇസ്രയേലിന് ഒന്നും സംഭവിക്കത്തില്ല എന്നല്ല, അന്ത്യകാലഘട്ടത്തെ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലേ? അവർ എന്ത് ചെയ്യും? അവർ കുത്തിയവരിലേക്ക് നോക്കും, അല്ലേ? എല്ലാവരും, ഇസ്രയേലിലുള്ള എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതിനകത്തും ഒരു സംഖ്യ വെച്ചിട്ടുണ്ട്. അത്രയും ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ദൈവത്തിൻ്റെ ഒരു ഫേവർ ഇറങ്ങി വരിക എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്നറിയാമോ? നമ്മുടെ 91 സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. എന്ന് വെച്ചാൽ നീ നിൽക്കുമ്പോൾ നിന്റെ വശത്തും ഇടതുവശത്തും വലതുവശത്തും ഒക്കെ എന്താണ്, പലതും സംഭവിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നിന്നോട് അതൊന്നും അടുക്കത്തില്ല. എന്തുകൊണ്ടാണ് അടുക്കാത്തത്? അതാ 91 സങ്കീർത്തനത്തിനകത്ത് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവയാണ് സംരക്ഷണം നൽകുന്ന ദൈവം, അല്ലേ? യഹോവയുടെ സംരക്ഷണമാണ് 91 സങ്കീർത്തനം എന്ന് പറയുന്നത്. ഓർക്കുക, ആ യഹോവയുടെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും അത്യുന്നതൻ്റെ ചിറകിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ചും അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയം എന്ന് പറയും, അല്ലേ? പിന്നെ എന്താണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്? ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ യഹോവയിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന സംരക്ഷണവും ദീർഘായുസും ഒക്കെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ മരിക്കണോ വേണ്ടയോ എന്നൊക്കെ ആര് തീരുമാനിക്കണം? ദൈവം തീരുമാനിക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹം മരിക്കത്തില്ല എന്നല്ല, അദ്ദേഹം മരിക്കണോ വേണ്ടയോ എന്നുള്ളത് ആരുടെ കരത്തിലായിരിക്കുന്നത്? അത് യഹോവയാം ദൈവത്തിൻ്റെ കരത്തിലായിരിക്കുന്നത്. യഹോവ തീരുമാനിക്കാതെ അവിടെ ഒരു ഇറാൻ തീരുമാനിച്ചാലും, ഒരു അമേരിക്ക തീരുമാനിച്ചാലും, ഇനി ഒരു രാഷ്ട്രങ്ങൾ തീരുമാനിച്ചാലും അവിടെ ഒരു ഇല അനങ്ങത്തില്ല. ഇല അനങ്ങണമെങ്കിൽ എന്തുണ്ടാകണം? യഹോവയാം ദൈവം അറിയാതെ അവിടെ ഒന്നും സംഭവിക്കത്തില്ല. അത് എന്തുകൊണ്ടാണ്? അത് യഹോവയാം ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണത്. യഹോവയാം ദൈവത്തിൻ്റെ രാജ്യമാണത്. അതുകൊണ്ട് ആ ദൈവം അറിയാതെ അവിടെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്? നമ്മളോടും വിളിച്ചു പറയുന്നത് അത് തന്നെയാണ്. ഈ യഹോവയായ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന നമ്മളെയും ഇതുപോലെ തന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളും ആരാധിക്കുന്നത്. കാരണം ആ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. അപ്പോൾ പുതിയ നിയമ ഇസ്രയേലായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കും ആ വചനം ആപ്ലിക്കബിളാണല്ലേ. നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം എന്താണ്?
എന്താണ്, ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല. അവൻ നമ്മൾക്ക് ചുറ്റും എന്താണ്, തീമതിലായിട്ടുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുക, യെരൂശലേം മതിലില്ലാതെ കിടക്കും, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും അല്ലേ? അപ്പോൾ ദൈവം അതിന് തീമതിലായി ഇറങ്ങിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കുന്ന ഓരോ വ്യക്തികൾക്ക് ചുറ്റും ദൈവം എന്താണ്, ദൈവം തീമതിലായിട്ട് അങ്ങ് ഇറങ്ങും. തീമതിലായിട്ട് ദൈവം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തൊടാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റത്തില്ല. കാരണം ദൈവം അനുവദിക്കാതെ ഒരു വ്യക്തിയെ, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവം സംരക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയെ തൊടുവാൻ ആർക്കും പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇന്നത്തെ വീഡിയോയ്ക്ക് ആ മനുഷ്യൻ, ഞാൻ ഓർക്കും, ഈ മനുഷ്യൻ എങ്ങനെ എത്ര സമാധാനത്തോടെ ഇരുന്ന് അദ്ദേഹത്തിന് കോഫി കുടിക്കുവാൻ പറ്റുന്നത്? ഒരൊറ്റ കാര്യമുള്ളൂ, അവിടെ ഇവിടെയും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, യുദ്ധങ്ങളും അതിൻ്റെ കെടുതികളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ എവിടുന്നാണ് ഇത്ര സമാധാനം കിട്ടിയത്? ആ മനുഷ്യൻ്റെ സമാധാനം യഹോവയാം ദൈവം കൊടുത്തതാണ്. അതാ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതല്ലേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ സമാധാനം ഓൾറെഡി ദൈവം എന്താണ്, ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഓർക്കുക, ഈ ഒരു സമാധാനം ദൈവം കൊടുക്കുന്നതാണ്, അല്ലാതെ വേറെ ആർക്കും കൊടുക്കുവാനായിട്ട് പറ്റത്തില്ല. ഓർക്കുക, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ ഭാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ സമാധാനത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, അങ്ങയുടെ സമാധാനത്താൽ എൻ്റെ കുടുംബത്തെ ഒന്ന് നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമാധാനം നദി പോലെ നമ്മളുടെ കുടുംബങ്ങളിലേക്ക്, നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇസ്രായേൽക്കാരോട് ചോദിച്ചാൽ, അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ സമാധാനം ഞങ്ങളുടെ യഹോവയാം ദൈവമാണ്, ദൈവം ഞങ്ങൾക്ക് തരുന്ന സമാധാനമേ ഉള്ളൂ, ദൈവം ഞങ്ങൾക്ക് തരുന്ന പ്രൊട്ടക്ഷനേ ഉള്ളൂ എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലേ? അവർ നമ്മൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ആരും ആശ്വസിക്കേണ്ട. അദ്ദേഹം ഉടനെ ഒന്നും മരിക്കുവാനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം അത് ദൈവം തീരുമാനിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്താൽ അദ്ദേഹം ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണെന്നാണ് ചരിത്രം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തെയൊക്കെ ഒന്ന് തൊടണമെങ്കിൽ ദൈവം അനുവദിക്കണം. അല്ലാതെ നമ്മളൊന്നും ഒരു മനുഷ്യനും വിചാരിച്ചാൽ ഒരു മിസൈൽ കൊണ്ടൊന്നും അദ്ദേഹത്തെ തകർക്കുവാൻ പറ്റത്തില്ല. ഇനി തകർക്കാൻ പറ്റത്തില്ല എന്നല്ല, ദൈവം അനുവദിച്ചാൽ അത് ചിലപ്പോൾ സംഭവിക്കും. എന്നാൽ ഉടനെ ഒന്നും അത് സംഭവിക്കുവാനുള്ള ചാൻസ് ഇല്ല. കാരണം അദ്ദേഹം എന്താണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം എപ്പോഴും പറയുമല്ലേ, അദ്ദേഹം പറയുന്നത് എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. അതുകൊണ്ട് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞാൽ ആരും സന്തോഷിക്കേണ്ട, മരിച്ചു എന്ന് പറഞ്ഞാൽ ആരും ദുഃഖിക്കുകയും വേണ്ട. കാരണം എന്താണ്, അതൊക്കെ ദൈവത്തിൻ്റെ കരത്തിൽ ഭദ്രമായിട്ടിരിക്കുന്ന കാര്യമാണ്. കാരണം എന്താണ്, കേരളം പോലുള്ളൊരു കൊച്ചു രാജ്യത്തെ ഇത്രമാത്രം അവരെ ശക്തരാക്കി നിർത്തുന്നത്, ഇത്രമാത്രം അവരെ സംരക്ഷിക്കുന്നത് അവരുടെ ഉടയവനായ ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞും ആ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അതേ സംരക്ഷണം ആ ദൈവം നമ്മൾക്കും തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആ ഒരു സമാധാനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മൾക്ക് സമാധാനം തരും. ഇനി എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളൊക്കെ സ്റ്റോപ്പ് ആകട്ടെ. കാരണം യുദ്ധങ്ങളൊന്നും ഒരിക്കലും ആർക്കും സമാധാനം കൊടുക്കത്തില്ലല്ലേ? കാരണം എന്താണ്, ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് എവിടെയും, ഇപ്പോൾ ഇറാനിലാണെങ്കിലും അവിടുത്തെ ഒരു സാധാരണക്കാരായ ജനങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരൊന്നും ഒരു തെറ്റും ചെയ്തതല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നത് ആ ജനമാണ് അല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ബോധം വരട്ടെ, യുദ്ധങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ആകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കാരണം ഓരോ കുഞ്ഞുങ്ങളും, ഓരോ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് വിലയുണ്ടല്ലേ? അവരുടെയൊക്കെ ജീവൻ തന്നെയാണ്. അതുകൊണ്ട് എന്താണ്, എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളൊക്കെ അവസാനിക്കാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ മറ്റൊന്നും നമ്മൾക്കിപ്പോൾ ചെയ്യുവാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. നമ്മളിന്ന് ഓർക്കുക, അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് പോലും ഗ്യാസൊന്നും അവൈലബിൾ അല്ലല്ലേ? ഹോട്ടലുകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ടർ കിടന്നിട്ട് ഗ്യാസിനൊന്നും ക്ഷാമമില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. നമ്മളൊന്ന് ഇറങ്ങി നോക്ക്, എത്ര ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എത്ര ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുക റംസാൻ പ്രമാണിച്ച് അടച്ചിട്ടതാണെന്ന്. അല്ല, ഒരുപാട് പേരുന്ന് ഗ്യാസിൻ്റെ ഷോർട്ടേജ് കാരണം ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളൊക്കെ സ്റ്റോപ്പ് ആകട്ടെ അല്ലേ? അവിടെയും ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ എന്തോരം മലയാളികളാണ് ഉള്ളത് അല്ലേ? നമ്മുടെ സഹോദരങ്ങൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലേ? ജാതിമത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട്. അവർക്കൊക്കെ ദൈവം പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോൾ ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് സ്റ്റോപ്പായി ദൈവത്തിൻ്റെ സമാധാനം
എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മളിലേക്കും നമ്മളുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ കടന്നു വരുവാനായിട്ട് നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് നമ്മളുടെ കടമയാണ് കേട്ടോ. പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. ഓർക്കുക, നമ്മൾ ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ഇറാന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അവിടെയും ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അവിടെ കൊടുക്കുന്നത് പോലെ സമാധാനം ദൈവം നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ കുടുംബങ്ങളിലും ദൈവം തരുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുക. അതല്ലാതെ മറ്റൊരു വഴിയും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.